എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേയാണ്. രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം. ഇപ്പോൾ തണുപ്പൊക്കെ കാരണം 9 മണിക്ക് കുർബാന. അപ്പോൾ അതാ റെഡിയായി ഞങ്ങൾ ഇറങ്ങണം. ഇന്ന് 5 കുർബാനയൊക്കെ കഴിഞ്ഞ് കാറ്റഗിസ് ഉണ്ട്. ഞങ്ങൾക്ക് കുർബാന കഴിഞ്ഞിട്ട് ആ വഴി ചെറിയ കിച്ചൺ ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പോൾ പുറത്തൊക്കെ ആവശ്യം ഒരുവിധം തണുപ്പൊക്കെ ഉണ്ടല്ലേ? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ചേട്ടൻ വണ്ടി കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പൊ അങ്ങനെ അറിയുന്നത് ഓരോ ദിവസം മാറി മറിഞ്ഞാണ്. ചിലപ്പോൾ നല്ല വെയിലുണ്ട്, ചില ദിവസം വിന്റർ സീസൺ ആണെങ്കിലും ചില ദിവസം തണുപ്പാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ കുർബാനയ്ക്കായിട്ട് ഇറങ്ങാണ്. അപ്പൊ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിങ്ങനെ കുർബാനയ്ക്ക് പോകാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പിക്കുന്ന ഒരു ചെറിയ പപ്പി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പപ്പി ഇതാ വണ്ടിയുടെ അടിയിലേക്ക് ഇങ്ങനെ പോവാണ്. അഞ്ജുവിന് പപ്പീനെ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അഞ്ജുവിന്റെ വീക്ക്നെസ് ആണ് പപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെങ്ങനെ നോക്കിയൊക്കെ നിന്നേപ്പിക്കും. അതിന്റെ അമ്മ വന്ന് അതിനെ കൊണ്ടുപോയി. അപ്പൊ ആ വിഷമത്തിൽ പിന്നെ അഞ്ജു വണ്ടി കയറി. അപ്പൊ ഇന്നിതാ ഒരുവിധം തണുപ്പൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ എടുത്തിട്ട് കുറച്ച് ദിവസം മുമ്പ് എടുത്തേക്കണ ഒരു വീഡിയോ കേട്ടോ അത്. ഈ വീഡിയോ എടുത്ത സമയത്ത് ഓൾറെഡി ബോംബെയിലത്തെ വീഡിയോസ് ഒക്കെ കുറെ കിടക്കായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യം എഡിറ്റ് ചെയ്തിട്ടിട്ട് പിന്നെ ഈ വീഡിയോസ് ഒക്കെ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ആലോചിച്ചൊക്കെ വന്നപ്പോഴേക്കും ഇത് കുറെ പെൻഡിങ് ആയി. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ വൈകി വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്. പിന്നെ ഇപ്പം അഞ്ജുവിൻ്റെ എക്സാംസ് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാതെ അഞ്ജുവിനെയും കുറച്ച് സ്റ്റഡീസിലൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഡെയിലി വരാത്ത കേട്ടോ. ഇന്ന് പുറത്തൊക്കെ ഒരു ചെറിയൊരു മഞ്ഞ് ഫീലിംഗ് ആണ്. തണുപ്പുണ്ട്, പിന്നെ ചെറുതായിട്ട് കാറ്റുണ്ട്. അപ്പോൾ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട്, അത് തണുത്ത കാറ്റായതുകൊണ്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലേ. നമ്മളിങ്ങനെ സ്വെറ്ററും ഷോളും സോക്സും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊന്നും ഇല്ലെങ്കിൽ തണുത്ത് വിറയ്ക്കും കേട്ടോ. അപ്പം അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകണം കേട്ടോ. അപ്പം ഇന്ന് പള്ളിയുടെ ബാക്ക് സൈഡിൽ കൂടെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ മാർക്കറ്റ് കൂടി ഇങ്ങനെ പോകണം ഈ വഴി. നാഷണൽ ഫ്ലാഗ് നോക്കി. അത്രയും കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റ്, തണുത്ത കാറ്റൊന്നും. പച്ചക്കറി വാങ്ങിക്കാനുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ. മുന്തിരി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി മുന്തിരിയുടെ സീസൺ. മുന്തിരി, ഓറഞ്ച്, ആപ്പിള്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പച്ചക്കറിക്കാരൊക്കെ ഇതാ വെച്ച് വരുന്നതേ ഉള്ളൂ. ഇന്ന് 10:30 ആയിട്ടുള്ളൂ സമയം. ഞങ്ങൾക്ക് 9 മണിക്കായിരുന്നു കുർബാന. അതാ അവിടെയൊക്കെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ എല്ലാം എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഗ്രീൻ പീസ് മട്ടറിന് 50 രൂപ കിലോ. ഇന്ന് നല്ല തണുപ്പാ പുറത്ത്. എന്തോരം എങ്ങനെ 5 കിലോ 100 രൂപ, 20 രൂപ അല്ലേ കിലോ? ഓക്കെ. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ സബോളയുടെ ഒക്കെ സീസണാണ്. അപ്പോൾ നല്ല 2 ടൈപ്പ് ഉരുളക്കിഴങ്ങുണ്ട്. നല്ലപോലെ തന്നെ മണ്ണ് പറ്റി കിടക്കുന്നതാ. പക്ഷേ നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോ നമുക്ക് വിൻ്റർ സീസണിലേ കിട്ടാം. വിൻ്റർ സീസണിലേ കിട്ടുള്ളൂ. പിന്നെ അല്ലാത്തപ്പൊക്കെ കിട്ടുന്നത് വേറെ ടൈപ്പാണ്. ഇടുമ്പോൾ അങ്ങനെ കണ്ടോ, നിറച്ച് മണ്ണ് പറ്റിയിരിക്കണം. ഉരുളക്കിഴങ്ങ് ആണ് ഉള്ളതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളതെന്ന് തോന്നുന്നു. 20 രൂപ കിലോ. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തു. ഇനി സബോള ഇതാ എടുക്കുന്നുണ്ട്. സബോള 1 കിലോ 40 രൂപ. നല്ല ഫ്രഷ് ബീൻസൊക്കെ ഇരിപ്പുണ്ട്. ബീൻസിന് 80 രൂപ കിലോ. ബീൻസ് 80 രൂപ. ഇനി ഞങ്ങളിതാ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വന്നേക്കാം കേട്ടോ. കോളിഫ്ലവർ 20 രൂപ കിലോ. പച്ചക്കറികളൊക്കെ ഇതാ അങ്ങനെ ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ ഇതാ ഇറക്കിക്കൊണ്ടിരിക്കണവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. പാലക്കിൻ്റെ ഇല 30 രൂപ കിലോ. പാലക് പനീർ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ ക്യാരറ്റൊക്കെ അടിപൊളി. ക്യാരറ്റ്, പിന്നെ
ഇലക്കറികൾക്ക് ഇലകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഇലകൾ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒരുവിധം വാങ്ങിച്ചു. ആവശ്യം കുറച്ചൊക്കെ വീട്ടിലിരിപ്പുണ്ട്, പിന്നെ ബാക്കി പോരാണ്ടായിരുന്നൊക്കെ ഇന്ന് വാങ്ങിച്ചു. ഇനി നമ്മൾ കിച്ചൺ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകണം. കിച്ചൺ ഷോപ്പിംഗ് എന്ന് ഉദ്ദേശിച്ച് മസാല ഐറ്റംസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോകണമെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റംസും വാങ്ങിക്കാമല്ലോ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സമയം വരെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് വെയിലിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. വെയിൽ തെളിഞ്ഞു വരണമെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ലക്ഷണം കണ്ടിട്ട് തോന്നുന്നുണ്ട് വെയിൽ തെളിയും. അവിടെ വണ്ടി ഇട്ടേക്കല്ലായിരുന്നു ഈ സമയം വരെ. ഇനിയിപ്പോൾ വയ്യ ചൂടായിക്കോളും ഓടിപ്പിച്ച്. പേരയ്ക്ക അതാ നല്ല ഫ്രഷ് പേരയ്ക്ക. 1.5 കിലോ 100 രൂപ. 100 രൂപയ്ക്ക് നമുക്ക് 1.5 കിലോ. എനിക്ക് പച്ച പേരയ്ക്ക ഇഷ്ടം. അപ്പം ഞാൻ പച്ച നോക്കി സെലക്ട് ചെയ്യണം. നമുക്ക് സെലക്ട് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അടിപൊളി. അപ്പോൾ അങ്ങനെ പേരയ്ക്ക വാങ്ങിച്ചു. വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല. ഇനി നമുക്ക് കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് പോകണം. ഞങ്ങൾ കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇതേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ എടുത്ത് ഇനി എന്തായാലും വെയിലത്തൊക്കെ ഇട്ട് ഉണക്കാൻ പറ്റിയ ദിവസം. രാവിലത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ, ഒത്തിരി വ്യത്യാസമാണ്. രാവിലെ തണുപ്പും മഴയും ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ ഒരു മൂഡലായിരുന്നു ആകെ. അതൊക്കെ മാറി. ഇന്നതേ അഞ്ചും പപ്പയും കൂടെ പുറത്ത് പോയി വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് കേട്ടോ. അഞ്ചിന്റെ ഫേവറേറ്റ് ഡോമിനോസിലെ ചോക്കോലാവ കേക്ക്. ഇത് ചോക്കോലാവ കേക്കാണോ അത്? പിന്നെന്താ? പിന്നെ ഇത് ബാർബിക്യൂ ചിക്കൻ പിസ്സ. ഓക്കെ, തുറന്നേ കാണട്ടെ. പിന്നെ ഒരു പെപ്സി. ഈ തണുപ്പത്ത് പെപ്സിയോ ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. പൈസ കൊടുക്കണം, ഫ്രീ അല്ല. പിന്നെ ചില്ലി ഫ്ലേക്സും ഒരിഗാനോ സോസും അത്ര. ഇതെല്ലാം ഞങ്ങൾ കടയിൽ പോയി വന്നതിന് ശേഷം പപ്പേനെയും കൂട്ടി അഞ്ചു പോയി വാങ്ങിച്ചേക്കും കേട്ടോ. എൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്ന് അഞ്ചുനറിയാം. അതുകൊണ്ട് പപ്പേനെ സോപ്പിട്ട് കൊണ്ടുപോയി വാങ്ങിച്ചേക്കുന്ന. അടിപൊളി. എത്ര പീസ് ഉണ്ടത്? 4 പീസ്. ഓക്കെ. പിന്നെ ഇവിടെ ചോക്കോ ലാവ കേക്ക് ഒന്ന് കാണട്ടെ. പാക്ക് ചെയ്തിട്ടതാണ്. അടിപൊളി. സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് കോരി തിന്ന് നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ. അടിപൊളി. ഇഷ്ടമായോ? നല്ല ചൂടായി ഇപ്പൊ തന്നെ കൊണ്ടുവന്നാ ആണോ? ഓക്കെ, എൻജോയ് ചെയ്തു. ബൈ. ബൈ.